മറ്റു വണ്ടിയിലുള്ളവര് ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ മഹാത്താണിയൊക്കെ ആയിരിക്കും. എന്നെ കൊണ്ട് ചിലപ്പോൾ ഒരു പ്രയോജനവും നാടിനും ഉണ്ടാവില്ല, സമൂഹത്തിനും ഉണ്ടാവില്ല. ജാ ടൂ വീലറിൽ ഇങ്ങനെ പോകണമെന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ടൊരു ഉപകാരം. ആലയിലുള്ള പശു 10 ലിറ്റർ പാല് ചോർത്തുണ്ട്, ജോ കുടിച്ചേ കള്ള് മൂത്രമായിട്ട് വേറെ വ്യത്യാസം. എന്റെ ഒന്നിനും പറ്റൂല. പശുവിന്റെ മൂത്രവും പറ്റും, പശുവിന്റെ കാഷ്ടവും പറ്റും, പശുവിന്റെ തോലും പറ്റും, അന്റെ ഒരു ജന്മത്തിനും പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ നാട്ടിലില്ലേ? അല്ലേ? കേരളത്തിലില്ലേ? ഓനെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. ഓനെന്താ ടൈറ്റ് പാന്റ് ഇട്ടിട്ടുണ്ട്, റഫ് ആൻഡ് ടഫ്. എന്നിട്ടോ ഒന്ന് ടോയ്ലറ്റിൽ പെട്ടെന്ന് പോകണമെന്ന് വിചാരിക്കാം, എന്തെങ്കിലും തിന്ന് വയറുവേദന ഒക്കെ വന്നാൽ ഇത് കഴിക്കാൻ നേരം കിട്ടുമോ? ഇത് കഴിക്കാൻ കഴിയില്ല. കാരണം എന്താ? ചുരിദാർ പോലെ ഇവിടെ ചുരുങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അത് കാലുമ്പോ കൂടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടാക്കിയിട്ട് ഒരു മസിലൊക്കെ എടുത്തിട്ട് ജിമ്മൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ അള്ളയും റസൂലും പഠിപ്പിച്ച വേഷോ വിധാനവും ഒന്നല്ല. മറ്റേതോ നമ്മളെ മക്കള് അതിനൊന്നും വലിക്കൊന്നും വേണ്ട, തൊട്ടുകൊടുത്ത് അത് ഊരി പോന്നോളൂ. ഇപ്പൊ പാൻസ് എങ്ങനെയാ മക്കളെ? ചന്തിന്റെ താഴെ ഇങ്ങനെ. സത്യത്തിൽ പണ്ടിട്ട് കുട്ടികള് ഈ പാമ്പേഴ്സിൽ കാഷ്ടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങിക്കല്ലോ, അതുപോലെ പാന്റ് ഇങ്ങനെ തൂങ്ങിക്കും. നമുക്ക് തോന്നുന്നതെന്താ, ഒരു ചെറുതായിട്ട് പേന ഒന്ന് ആയി പോയിട്ടുണ്ട്. കാരണം നടത്തൊക്കെ ആ സൈസാണ്. കാരണം ഇത് ഊരി വീണു. ഇതൊന്നും അത്യാവശ്യം വേഗത്തിൽ നടന്നാൽ ഇനി ഏതെങ്കിലും അതിന്റെ ചോട്ടിലും ചവിട്ടിയാലോ പിന്നെ കഥ പറയുകയും വേണം. പിന്നെ ഓന്റെ കാണാനുള്ളതൊക്കെ എല്ലാവരും കണ്ടോളും. ഇതാണ് എന്താ അറിയോ, ഇതിനൊരു പുതിയ വിസ്തീർണം ഉണ്ട്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഓനിട്ട ഷഡ്ഡി ഏത് കമ്പനിന്റെ കാമുകി അറിയാനാണ് അത്രയും. നമ്മുടെ ഒരു കേരള ജനത, നമ്മുടെ ഒരു നാട് വൃത്തികെട്ട് ആൺകുട്ടികളെ പോത്തിന്റെ സ്വഭാവമെങ്കിലും, പോത്തിന് തിരിച്ചറിവുണ്ടാകില്ല. പോത്ത് എന്നുള്ള തിരിച്ചറിവ് നമുക്കതെങ്കിലും ഒന്ന് വേണ്ടേ? മനുഷ്യൻ എന്നുള്ള നല്ലൊരു ഡ്രസ്സ് ധരിക്കാൻ, നല്ലൊരു എന്തൊക്കെ ഇടുന്നത്. മറ്റോ ഇങ്ങനെ ഗർജിച്ചു നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആയിരിക്കും, നിസ്കാരത്തിൽ അവ വെച്ചൊക്കെ കിട്ടുക. അപ്പൊ മറ്റേ ഇങ്ങനെ നിൽക്കുന്ന ഏത് ജന്തുവിന്റെ ഫോട്ടോ ഒക്കെ ആയിരിക്കും മേഖല ടീഷർട്ടില്. അപ്പൊ എന്തിനാണ് ഹൗലിലെ വെള്ളം തീർക്കണത്? ഈ ജാതി കൗമ അവിടെ വളർന്നിരുന്ന് നല്ലൊരു റസൂല് പറഞ്ഞല്ലോ ഒരു വിരി കണ്ടപ്പോ ആയിഷ അവിടുന്ന് മാറ്റി, ഞാൻ പുരേ കയറി വരുന്നാട് മാറ്റി. അത് കീറിപ്പറിച്ച് നിലത്തിട്ടപ്പോ കാലുകൊണ്ട് ചവിട്ടി എടുക്കാൻ പറ്റിയ പാകതയിലായപ്പോ നെല്ലി കയറി അല്ലേ? ഇന്നത്തെ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടാൽ, ഡ്രസ്സ് മാത്രല്ല, എന്നോട് ക്ഷമിക്കണം. എങ്ങനെ സുജൂദ് ചെയ്യലേ അറിയോ? ബനി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ. കാരണം എന്താ ഈ സംഗതി ഇങ്ങനെ ആവുമ്പോഴേക്ക് എന്താ ഓന്റെ ദക്ഷിണാഫ്രിക്ക വരെ കാണാം. മനസ്സിലായോ? ഓൻ റുക്കൂലൊക്കെ പോകുമ്പോ എന്താ ചെയ്യലോ? 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. ഈ കൗമ് ഇവിടെ വളർന്നു വരിക. ഞാൻ എല്ലാ മതസംഘടനകളോടും പറയാം, എന്താ അത് കഥ? ഓന് നിസ്കരിക്കണ്ടോ? ഓന്ന് അവിടെ വന്ന് വീഴുന്ന ഔദിലെ വെള്ളവും തീർത്ത് വടായി പറഞ്ഞ് ഇങ്ങനെ വെക്കണം. നമ്മുടെ മക്കളെ ഇനി മാതാപിതാക്കളോട് ഞാൻ പറയാ, നമ്മുടെ മക്കളോട് എന്തെങ്കിലും പറയാവോ? നിങ്ങൾ പോയി പണിയൊക്കെ ആക്കാം, നിങ്ങൾ പോയി പണിയൊക്കെ ആക്കാറ്. കാരണം എന്താ? ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചില്ല, പഠിപ്പിച്ചില്ല. നല്ലൊരു വേഷം, നല്ലൊരു ഡ്രസ്സ് ഉണ്ടായോ? ഉണ്ടായില്ല. അതിന്റെ ഒരു ദുരന്തം ഈ മണ്ണിൽ. ചാനലുകൾ, മദ്യം, കല്യാണ വീട്ടിലൊക്കെ തലേന്ന് മദ്യം വിളമ്പിയിട്ടില്ലേ കല്യാണം ആവില്ല. തലേന്നൊന്നും ഇനി കല്യാണ വീട്ടിൽ നടക്കണതോ അത് അതിനേക്കാൾ ഡേഞ്ചറായി. സാധാരണഗതിയിൽ കോളിംഗ് ബെല്ലടിച്ചാൽ നമ്മൾ സമ്മതം കൊടുത്താലേ ഒരാൾക്ക് വീട്ടിൽ വരാൻ പാടുള്ളൂ അല്ലെ? എളാപ്പ മുത്താപ്പ മക്കൾക്ക് വരെ, പെൺകുട്ടികളും ആൺകുട്ടികളും വരെ ഇരിക്കേണ്ടതും നടക്കേണ്ടതും ഇസ്ലാം അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ കല്യാണ ദിവസം എന്താ സാധാരണ ആളുകൾ പറയാറുണ്ട്, എന്ത് പിന്നെ കുട്ടികളല്ലേ, പൈച്ചിട്ടല്ലേ, നെയ്ച്ചോറല്ലേ, ബെയ്ച്ചോട്ടേൻ. കുട്ടികളല്ലേ, കല്യാണല്ലേ, പൈച്ചിട്ടല്ലേ, ബെയ്ച്ചോട്ടെ. അതുകൊണ്ട് കല്യാണല്ലേ, നിറങ്ങിക്കോട്ടെ, കൈമറല്ലേ. ആണും പെണ്ണും മണിയറ വരെ അന്യ പുരുഷൻ കയറി ചെല്ലുക. എന്നിട്ട് ഓളോട് കൈ ഇങ്ങനെ വെക്കാൻ, കാലിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ. അങ്ങനെ ഒരു 5-8 സ്റ്റെപ്പ്. അതിലോന് പറ്റിയ സ്റ്റെപ്പ് ഒക്കെ വേറെ കേസൊക്കെ ആക്കി ബുക്കുണ്ട് വിപണിയിൽ. ദുബായിൽ എത്തുന്നുണ്ട്. എത്തിന്റെ ദുരന്തവും മലപ്പുറം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയണ്ടല്ലോ, ആണുങ്ങൾ ഉണ്ടാവണമെന്നാ പറയുന്നത്. ആണുങ്ങൾ അല്ലേ? ഇനി ഒരു ചെറുക്കന്റെ കൂടെ കല്യാണത്തിന് വരലോ, JCBന്റെ കൊമ്പിൽ മറ്റോനെ കയറ്റി നിർത്തിയിട്ട് ചെണ്ടൊക്കെ മുട്ടിട്ടാ എന്താ കുഞ്ഞാക്കാ? ഒന്നുമില്ല, ചെറുക്കൻ വരികയാണ്, നാണക്കേട്. അത്യാവശ്യം ഒരു അഭിമാനത്തോടുകൂടിയൊക്കെ കമ്പനീന്റെ ഡയറക്ടറൊക്കെയായി ജീവിച്ച് ആചാര പുരയിലേക്കാ വരുന്നത്. പിന്നെ പേസ്റ്റ് പീച്ചും മറ്റത് പീച്ചും ഒച്ചണ്ടാക്കിയും പിന്നെ അവിടെ കയറിയിട്ടൊരു മോഷണ ചെമ്പൽ കൊള്ളക്കാർ വന്ന മാതിരി വാതിലിന്റെ ഡോറ് പോയി, അപ്പുറത്ത് അൽമാറ പോയി. മാത്രമല്ല ഈ പെണ്ണിന്റെ ഉമ്മ ഈ ചെറുക്കന്റെ കൂടെ വരുന്ന, ഞാൻ പറയില്ലേ, തെമ്മാടികളുണ്ടല്ലോ, ഓർക്ക് എന്ത് ചെയ്യണം? ഒരു കൈമടക്ക് കൊടുക്കണം. ചെറുക്കന്റെ കൂടെ വരുന്നവർക്ക് അത് ആര് നിശ്ചയിച്ചു? നിശ്ചയിച്ചു. എന്നിട്ട് എന്തിനാ കൊണ്ടോട്? കള്ളുടിക്കാനും സിനിമ കാണാനും. ഈ സത്യത്തിൽ ഇനി അങ്ങോട്ടുണ്ടല്ലോ, മലപ്പുറത്തും കോഴിക്കോട് കിടക്കുന്ന കല്യാണത്തിന് 500 പോലീസുകാർ AK-47 ഇങ്ങനെ നിൽക്കേണ്ടി വരും. ആ കല്യാണം മിക്കവന്ന് നടന്നിട്ടായി. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഹിന്ദുക്കളെ വീട്ടിലില്ല, ക്രിസ്ത്യാനികളുടെ നാട്ടിലില്ല. ഇല്ല, നിങ്ങൾ പരിശോധിച്ചോളൂ. ക്രിസ്ത്യാനികളുടെ നാട്ടിലില്ല, ഹൈന്ദവരുടെ നാട്ടിലില്ല, അവിടെ ഒന്നുമില്ല.